ഹായ് ഹലോ, ഇത് മാഹി റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളൊരു ട്രിപ്പിന് പോവാട്ടോ. ഈ ഞങ്ങൾ ആരൊക്കെയാന്നുള്ളത് ഇപ്പം തന്നെ മനസ്സിലാവേ. ഞാൻ എത്തി, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഷാമു എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ണൂർക്കാണേ പോണത്. കണ്ണൂരിൽ നിന്നാണ് ഞങ്ങളുടെ ശരിക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ വടകരയിൽ നിന്ന് അങ്കിത കയറിയ സെയിം ട്രെയിനിൽ തന്നെ ഞങ്ങളും കയറി. അങ്ങനെ ഒരു 3:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോണത്. വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങളുടെ ശരിക്കുള്ള ട്രെയിനിൻ്റെ ടൈമിങ്. അപ്പോൾ കുറച്ച് ടൈമുണ്ട്, അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നൈറ്റുള്ള ഫുഡും കൂടി പാർസൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് എത്തി. ഞങ്ങൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ കയറി. അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്, അത്രയും സന്തോഷമാണ്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരു ട്രിപ്പാട്ടോ. അപ്പോൾ പ്ലേസ് എവിടേക്കാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർക്കാട്ടോ പോണത്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു ഗേൾസ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി പോവുകയാണ്. അപ്പോൾ പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം അത്രയും സന്തോഷമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. പിന്നെ ഞങ്ങൾ സംസാരങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വാങ്ങിച്ച സ്നാക്സൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മംഗലാപുരം എത്തിയപ്പോൾ കുറച്ച് ടൈം ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ച് ലേസൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും കുറേ സംസാരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റേഷനിലെത്തി, യശ്വന്ത്പൂരെത്തി. ഇനി നേരത്തെ ഊബർ ഉണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഊബർ കയറി നേരെ റൂമിലേക്ക് പോവാണ്. റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ ദിവസം August 15th ആണ്, ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. അവിടെ ജസ്റ്റ് ഒന്ന് ലഗേജ് വെച്ചിട്ട് തൊട്ട് താഴെ തന്നെ നല്ലൊരു അടിപൊളി ഉടുപ്പി റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അവിടെ നല്ല പ്യുവർ വെജ് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വെച്ചാൽ അങ്ങനെ നേരെ അവിടെ വന്നു. എന്താ പറയുക, നല്ല അടിപൊളി, നമ്മുടെ നാട്ടിലെ പോലുള്ള മസാല ദോശ ഒന്നുമല്ല. പിന്നെ അവിടെ സ്പെഷ്യൽ ഐറ്റമായി ഈ ഒരു പൊടി ഇഡ്ഡലിയൊക്കെ അല്ലേ, അതൊക്കെ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനി ഒന്ന് മോർണിംഗിലുള്ള ആ ഒരു സ്ട്രീറ്റിൻ്റെ വ്യൂ കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ അടിപ്പാടി ഇങ്ങനെ ഓരോന്ന് കാണുക കേട്ടോ. ഇനി വേഗം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പം കുറച്ച് ടൈം ഉണ്ടല്ലോ, നമുക്ക് രാവിലത്തെ ആ ഒരു മോർണിംഗിൻ്റെ ആ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഇനി റെഡി ആയിട്ട് ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നേരത്തെ ഇനി റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ.